കേരളത്തിലെ ഭാരതപ്പുഴയുടെ തീരത്തുള്ള പുരാതന ക്ഷേത്രമാണ് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം. മഹാവിഷ്ണുവാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഭഗവാൻ നവാമുകുന്ദൻ എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഭഗവാനോടൊപ്പം സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഭഗവതിയായ മഹാലക്ഷ്മിയും ഇവിടെയുണ്ട്. ഐതിഹ്യ പ്രകാരം നവയോഗികൾ എന്നറിയപ്പെടുന്ന സഹോദരന്മാരായ 9 സന്യാസി വര്യന്മാർ ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. ഇവയിൽ ആദ്യത്തെ 8 വിഗ്രഹങ്ങളും അന്തർദാനം ചെയ്തുവെന്നും അവസാനത്തെ യോഗി പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് ഇന്ന് ഈ ക്ഷേത്രത്തിൽ ഉള്ളതുവെന്നും വിശ്വസിച്ചു വരുന്നു. ലക്ഷ്മി നാരായണ സങ്കല്പമാണ് ഇവിടെ ആരാധന നടത്തി വരുന്നത്. ഈ മഹാലക്ഷ്മിയെ തന്റെ ഭാമഭാഗത്ത് പ്രത്യേക ഒരു സ്ഥാനവും പൂജ്യവും ഒക്കെ ആയിട്ടുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണ് ഇത്. ഇതിന് പിന്നിൽ ഭഗവാന്റെ ഒരു ഭക്തി വാത്സല്യത്തിന്റെ ഒരു കഥയും കൂടിയുണ്ട്. ഗജേന്ദ്രൻ എന്ന ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തൻ എല്ലാ ദിവസവും രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് താമര പൊയ്കയിൽ നിന്ന് പൂക്കൾ ശേഖരിച്ച് നവാമുകുന്ദന് താമരപ്പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം കുളിയെല്ലാം കഴിഞ്ഞ് പൂക്കൾ പറിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു പൂ പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല. അദ്ദേഹം സങ്കടത്തോടെ ഭഗവാന്റെ മുന്നിൽ വന്നപ്പോൾ നവാമുകുന്ദന് താമരപ്പൂക്കൾ കൊണ്ട് മൂടിയിരിക്കുന്നതാണ് കണ്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ സങ്കടം ഭഗവാനോട് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഭക്തരോടുള്ള തന്റെ സ്നേഹം കണ്ടപ്പോൾ തന്റെ ഭക്തി തന്നെയാണ് താമരപ്പൂക്കളെല്ലാം ശേഖരിച്ച് തനിക്ക് അർച്ചന നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഗജേന്ദ്രൻ പറഞ്ഞു, ഭഗവാനെ അങ്ങേ താമരപ്പൂക്കൾ കൊണ്ട് അർച്ചന നടത്താനുള്ള അവസരം എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ അഗ്നിയെ ഭാമഭാഗത്ത്, അതായത് തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത് എന്നൊരു കഥയും കൂടെ ഇതിന്റെ പിന്നിൽ.